നീ വാ വന്നേ. മോള് വന്നേ. വാ ഇരിക്കും. ദേ അമ്മ മോക്ക് വേണ്ടി വിളമ്പി വെച്ചിരിക്ക. ചൂട് സാമ്പാർ ഒഴിക്കട്ടെ? കഴിക്ക. പിന്നെ ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. ആ സന്ദീപിന്റെ അമ്മ നിന്നെ വന്ന് കണ്ടിരുന്നു അല്ലേ? അവര് പറഞ്ഞതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നിനക്ക് അവനെ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളായിട്ട് മുൻകൈ എടുത്ത് ഈ ബന്ധം നടത്തി തരാം. നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്നോ? അതെന്താ? എന്താന്ന് പറ മോളെ. ചേടാ, അങ്ങനെ അവർക്ക് ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോവാൻ പറ്റുമോ? എന്തായാലും ഞാൻ അവരെ ഒന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. അത് വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ഒന്നിക്കിൽ അവർ ഈ ബന്ധത്തിന് സമ്മതിക്കണം, അല്ലെങ്കിൽ എത്രയും വേഗം മോനെയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് പോണം. അല്ലാതെ നിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തിയെടുക്കുന്നത് നിന്നെ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം. നീ ഇനി എന്ത് പറഞ്ഞാലും ആ സ്ത്രീയെ നേരിൽ കാണാൻ തന്നെയാ എന്റെ തീരുമാനം. മോളിരിക്കേ. ആ ഇരിക്കേ. വയറ് നിറച്ചും കഴിച്ചേ. ആ എന്താ സന്ദീപ് വലിയ ആലോചനയിലാണെന്ന് തോന്നല്ലോ. എന്താ സന്ദീപ് ആകെ വല്ലാതിരിക്കുന്നത്? കുടജാദ്രിയിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? വിദ്യാമ്മ എന്നോട് ക്ഷമിക്കണം. വിദ്യാമ്മയെ ധിക്കരിച്ചു പോയതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. യാത്ര മുഴുമിപ്പിക്കാനും പറ്റിയില്ല. രാത്രിയിൽ ഭയാനകമായ ചില സംഭവങ്ങളുണ്ടായി. ഭീകരരൂപിയായ ഒരു സർപ്പത്തിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. സാക്ഷാൽ മൂകാംബിക ദേവിയാണ് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ദേവിയിലുള്ള വിശ്വാസം ദൃഢമാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോളൂ, ദൈവീകമായ ശക്തികളെ പോലും നിഷ്ഫലമായി ഇരുട്ടിൽ നിർത്താൻ കഴിയുന്ന ചില രാക്ഷസ ജന്മങ്ങളുണ്ട്. അവരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ദേവി ഭക്തരാണ്. ഇവിടെ സന്ദീപിനെയും സന്ദീപിന്റെ അമ്മയും രണ്ടു വഴിയിൽ ചിന്തിപ്പിക്കുന്നത് അത്തരം നിശാചര ജന്മങ്ങളാണ്. പരസ്പരം മത്സരിക്കുന്നതിലൂടെയും വാശി പിടിക്കുന്നതിലൂടെയും നശിക്കുന്നത് രണ്ടുപേരുടെയും ജീവിതങ്ങളുമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ പതനത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവരെ തിരിച്ചറിയേണ്ട സമയമാണിപ്പോൾ. എനിക്കൊന്നിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല വിദ്യാമ്മേ. മനസ്സ് ആകെ കലുഷിതമാണ്. അതാണ് നിങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കുന്നവർ ആഗ്രഹിക്കുന്നത്. സന്ദീപ് ഈ സമയം അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മനസ്സിന്റെ വരുതിയിൽ നിന്നല്ല അവരുടെ വാക്കുകളും പ്രവൃത്തികളും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ദുഷ്ടശക്തികളുടെ നിയന്ത്രണത്തിലാണ് സന്ദീപിന്റെ അമ്മ ഇപ്പോ. അതുകൊണ്ടാണ് സന്ദീപ് എപ്പോഴും അമ്മയോടൊപ്പം കാണണം എന്ന് ഞാൻ പറയുന്നത്. മാഡം, എന്താ മുരളി? മാഡത്തിനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. എന്നെയോ? ആര്? അത് പിന്നെ ദേവൂട്ടിയുടെ അമ്മ
ഇന്ദുമതി. ഇന്ദുമതിയോ? അവരെന്താ ഇവിടെ? കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. അത്യാവശ്യമായിട്ട് മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വരാൻ പറയൂ. ശരി മാഡം. എന്താ ഇന്ദുമതി? കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് സൗകര്യം പോലെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ. ഞാൻ വന്നതേ ദേവുട്ടിയുടെ കാര്യം സംസാരിക്കാനാ. ആ കാര്യം ഇനി എന്ത് സംസാരിക്കാനാ? അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ദേവൂട്ടിയും നിങ്ങളുടെ മോൻ സന്ദീപും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എനിക്കറിയാം. ദേവൂട്ടിയും സന്ദീപും തമ്മിൽ വലിയ ഇഷ്ടത്തിലാ. എന്നാര് പറഞ്ഞു? അത് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം സത്യം അല്ലാണ്ടാവില്ലല്ലോ. അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആ ഇഷ്ടമൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ മോഹം ഒന്ന് മാറ്റി വെക്കുന്നതാ നല്ലത്. എന്റെ മനസ്സിലുള്ള മോഹത്തെപ്പറ്റി പറയാനല്ല ഞാൻ വന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അവരെന്തെങ്കിലും അവിവേകം കാണിക്കും. ഹ, അവിവേകോ എന്നുവെച്ചാ എന്താ ഇന്ദുമതി ഉദ്ദേശിക്കുന്നെ? അവര് രണ്ടുപേരും കൂടിയേ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവും. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്നാലേ അതിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഞാൻ അതിനെ സമ്മതിക്കത്തുമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അവരൊരു കാര്യം തീരുമാനിച്ചാ പിന്നെ മുന്നും പിന്നും നോക്കൂല. നിങ്ങളുടെ മോൻ വിളിച്ചാലേ അവളെ കൂടെ ചെല്ലുമെന്നുള്ള കാര്യത്തില് എനിക്കൊരു സംശയമില്ല. പിള്ളേര് തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലാ. ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതേ എന്റെ അഖിലമോളുടെ ഭാവിയായിരിക്കും. ചേച്ചി ഒളിച്ചോടി പോയതാന്ന് അറിഞ്ഞാ കൊള്ളാവുന്ന കുടുംബത്തിന്ന് ആരെങ്കിലും അവളെ സ്വീകരിക്കാൻ തയ്യാറാവോ? ഓ, അപ്പൊ അക്കാര്യം ഓർത്താണോ ഇന്ദുമതിയുടെ ടെൻഷൻ? അതെ, അതൊരു ടെൻഷൻ തന്നെയല്ലേ. ദേവൂട്ടി എന്റെ വളർത്തു മോളാണെങ്കിലും ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോളാകില്ല. അവക്കും ഒരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാനാ ആഗ്രഹം. എന്റെ കാര്യത്തിലും അതേ സംഭവിച്ചിട്ടുള്ളൂ.